നമസ്കാരം. ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ സിലബസ് എന്തായിരിക്കും, എവിടെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഈ കാണുന്നതാണ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസിൻ്റെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആകെ 5 ഭാഗങ്ങളാണുള്ളത്. പൊതുവിജ്ഞാനം തന്നെയാണ് ടോപ്പായിട്ട് 40 മാർക്കായിട്ട് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ്. അപ്പോൾ പൊതുവിജ്ഞാനത്തിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള പഠനം എത്രമാത്രം ആശ്വാസ്യമാണെന്നുള്ളത് നമുക്ക് ബാക്കിയുള്ളവർ കണ്ട് വന്നതിന് ശേഷം തീരുമാനിക്കാം. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾക്ക് 20 മാർക്കുണ്ട്. പിന്നെ സയൻസ് 10 മാർക്ക്, പൊതുജന ആരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 20 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്. അതിന് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ട് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കുണ്ട്. അതായത് ആനുകാലിക വിഷയം എന്ന് പറഞ്ഞാൽ നിത്യം പത്രം വായിച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആൾക്ക് വെറുതെ കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന മാർക്കാണ് 20 മാർക്ക്. അപ്പം അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ എന്ന് ഓർക്കുക, പത്രമൊക്കെ വായിച്ച് തുടങ്ങുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടതാണ്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പെടുന്ന അതിന് 10 മാർക്കുണ്ട്. അതേ സമയത്ത് തന്നെ പൊതുജന ആരോഗ്യം, നമ്മൾ സാധാരണ ബയോളജിക്കൽ സയൻസ് പഠിക്കുന്ന പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 10 മാർക്കുണ്ട്. കണക്ക്, അതുപോലെ തന്നെ റീസണിങ് എന്ന് നമ്മൾ പറയുന്ന ഭാഗങ്ങൾക്ക് എല്ലാത്തിനും കൂടി 20 മാർക്ക്. ഇത്രയാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നോക്കാം. പൊതുവിജ്ഞാനം ആകെ മേഖലകൾ 7 മേഖലകളുണ്ട്. 7 മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. 5 മാർക്കാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. ഇനി സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാം ഭാഗത്ത് വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളുടെ പുരോഗതികളും നേട്ടങ്ങളും. 5 മാർക്ക്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം, പിന്നെ അതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത് വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. ഭരണഘടനയിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്ക്. പിന്നെ അപ്പോൾ ആദ്യം ഹിസ്റ്ററി പഠിച്ചു. പിന്നെ ഇതാ പൗരന്റെ അവകാശങ്ങളൊക്കെ വരുന്നത് സിവിക്സും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. 4ാമത്തെ ഐറ്റമായിട്ട് വരുന്നത് എന്താണെന്ന് നോക്കിയേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. പേരിൽ തന്നെ ഉണ്ട് ഏത് ഭാഗത്തു നിന്നാണ്, ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് പോവാണ്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരുവിധ എല്ലാ കാര്യങ്ങളും ചേർന്ന് 10 മാർക്കാണുള്ളത്. അതിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ജിയോഗ്രഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് ഇക്കണോമിക് കാര്യങ്ങളുണ്ട്, പിന്നെ സയൻസും കായിക രംഗവും എല്ലാം അതിൽ വരുന്നുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി 10 മാർക്ക്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. 5 മാർക്ക്. ഓക്കെ. 7ാമത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 5 മാർക്ക്. അപ്പോൾ ഈ 5 മാർക്ക് ഇങ്ങനെ 5 ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ഇതിന് നോക്കൂ, 5 മാർക്ക് ഇവിടെ സെക്ഷനിൽ 10 മാർക്കുള്ള സെക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 7 സെക്ഷനുണ്ട്. ഒരു സെക്ഷന് 10 മാർക്കാണ്. അപ്പോൾ നോക്കൂ, 40 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 5 മാർക്ക്, പിന്നെ പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ഭരണഘടന 5 മാർക്ക്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം എക്സെട്ര
അതിന് 5 മാർക്ക്. കേരളവുമായി ബന്ധപ്പെട്ടതിന് 10 മാർക്ക്. ഇവിടെയാണ് 5 മാർക്ക് സെക്ഷനിൽ കൂടുതലുള്ളത്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായത് 5 എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക്. ഇങ്ങനെ 40 മാർക്ക് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം. ഇനി ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് 20 മാർക്കുണ്ട്. അവിടെ പ്രത്യേകിച്ച് സിലബസ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കാൻ കാരണം? ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. നേരത്തെ പറഞ്ഞിരിക്കുന്ന പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഏത് മേഖലകളിലും പുതുതായിട്ടുണ്ടാകുന്ന എന്ത് സംഭവവും നോട്ട് ചെയ്യപ്പെടേണ്ടതാണ് എങ്കിൽ അതിൽ നിന്ന് ചോദ്യം വരാം. അത് ദേശീയമാകാം, അന്തർദേശീയമാകാം, കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാവാം. ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആവാം, പുതിയ ഇൻവെൻഷൻ ആകാം, അവാർഡുകളാകാം, ഇനി പുതിയ പുസ്തകങ്ങളാവാം, പുതിയ സിനിമകൾ, എന്ത് വേണമെങ്കിലും ഇതിൽ ചോദിക്കാം. അത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പരീക്ഷകളിൽ ഡേറ്റുകളൊക്കെ നന്നായി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമം പാസ്സായത് ഏത് തീയതിയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടൊരു ഭേദഗതിയൊക്കെ ആണെങ്കിൽ അത് പ്രസിഡന്റിന്റെ ഒപ്പ് എന്നാണ് അതിന് ലഭിച്ചത്, അല്ലെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്നാണ്, തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ പേപ്പർ വായിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മളെ താല്പര്യം പോകുന്ന പ്രാദേശിക സംഭവ വികാസങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പോവുക. സ്പോർട്സ് ഗെയിംസ് ഇതിലൊക്കെ വിജയികളെ പറ്റിയും 1ാം സ്ഥാനം 2ാം സ്ഥാനം നേടിയവർ, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ, ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ, ഏറ്റവും വ്യക്തിഗത ചാമ്പ്യന്മാരായ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏതൊക്കെ ഇനത്തിലാണോ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സയൻസിൽ വരുന്നത് ജീവശാസ്ത്രത്തിൽ 5 മാർക്ക്. ജീവശാസ്ത്രത്തിൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അതും 5 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടുണ്ട്. എല്ലാത്തിനും തുല്യമായിട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഓരോ പാർട്ടിൽ നിന്നും ഒരു ചോദ്യമാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. അങ്ങനെ തന്നെ വരണമെന്ന് നിയമമൊന്നുമില്ല. മനുഷ്യ ശരീരത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരാം, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ചോദ്യം വരാതിരിക്കാം. ഏതായാലും ഈ 5 മേഖലകൾ പഠിക്കാനുണ്ട് ജീവശാസ്ത്രത്തിൽ. ഇനി ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ഇതിന് 5 മാർക്കുണ്ട്. ഇത് 2 കൂടി ചേർന്നിട്ടുള്ള 5 മാർക്ക് എന്നൊക്കെയാണ് നോക്കുക. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, ആറ്റവും ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ വരുന്നതാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കെമിസ്ട്രി അല്ലെ രസതന്ത്രം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം പിന്നെ തീക്കെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഒരുപക്ഷെ നമ്മുടെ ഡിറ്റർജൻറ്റുകൾ, സോപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ കെമിസ്ട്രിക്ക് അല്ലെ രസതന്ത്രത്തിനുള്ള പ്രാധാന്യം. ഇങ്ങനെ 5 ഭാഗങ്ങളുണ്ട്. ഇനി ഫിസിക്സ് എന്ന് വരുന്നത്, ഭൗതികശാസ്ത്രത്തിൽ നിന്ന് വരുന്നത് എന്താ നോക്കൂ. ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും ഭാഗങ്ങളുണ്ട്. ഇതിൽ എല്ലാത്തിനും കൂടി 5 മാർക്ക്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള ഈ 2 സംഗതികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 12 യൂണിറ്റുകളുണ്ട്. 5 യൂണിറ്റുകൾ ഡയറക്റ്റ് ആയിട്ട് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്, ബാക്കിയുള്ള യൂണിറ്റുകൾ മുഴുവൻ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആകെ 5 മാർക്കാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഏത് രീതിയിൽ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും എല്ലാം വെച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടത് 5 മാർക്കാണ് ഈ 12 യൂണിറ്റുകളിലൂടെ ഉള്ളത്. ഈ 10 മാർക്കുള്ള വിഭാഗമാണ് പൊതുജനാരോഗ്യം. നമുക്ക് സയൻസിൽ മൊത്തത്തിൽ അവിടെ ഒരു 5 മാർക്ക് വന്നു. ഇവിടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് 10 മാർക്ക് വരുന്നുണ്ട്. ഇതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, രോഗം ഏതാണ്, അത് ഉണ്ടാക്കാൻ കാരണമാകുന്ന ജീവി ഏതാണ്, രോഗകാരി ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ 4 യൂണിറ്റുകളിൽ നിന്ന് 10 മാർക്കുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി മാർക്ക് ഡെൻസിറ്റി കൂടുതലുള്ളൊരു ഭാഗമാണ്. സാംക്രമിക രോഗങ്ങളെ പറ്റി 1-2 ചോദ്യം വരാം, അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി 1-ലധികം ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിന് മാർക്ക് കൂടുതൽ ഓരോ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. പഠിക്കുമ്പോൾ ആ കാര്യം അറിഞ്ഞുകൊണ്ട് പഠിക്കണം. ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണഗതിയിൽ കണക്ക്, റീസണിങ് എന്ന് പറയുന്ന ഭാഗം. എന്തൊക്കെയാണ് ലഘുഗണിതത്തിലെ 10 മാർക്ക് നോക്കുക. ആകെ 20 മാർക്കുണ്ട്. അതിൽ 10 മാർക്ക്
ലഘുഗണിതത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കും. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, സാധാരണ സംഖ്യകൾ അത് ഉപയോഗിച്ചുള്ള ക്രിയകൾ, കൂട്ടൽ, കുറയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ലസാഗു ഉസാഗ എങ്ങനെ കാണുന്നു, അതുകൊണ്ടുള്ള മൾട്ടിപ്പിൾ യൂസസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഭിന്നസംഖ്യകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകളൊക്കെ വരാം. ദശാംശ സംഖ്യകളും അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകളും, വർഗവും വർഗമൂലവും, ശരാശരി, പിന്നെ ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇങ്ങനെ 8 യൂണിറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 10 മാർക്കുണ്ട്. അപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങളൊക്കെ വരാവുന്ന ഒരു സാഹചര്യം ഇതിലുണ്ട്. അപ്പോൾ ആകെ 8 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്, 10 മാർക്കുണ്ട്. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള 2-3 ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ലസാഗു ഉസാഗ 2 ചോദ്യം വരാം, ഏതെങ്കിലും ഒന്നിൽ നിന്ന് 1 ചോദ്യം വരാം. ഇനി ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുക. ഇതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം PSCക്ക് ഉണ്ട്. അപ്പോൾ 10 മാർക്ക് ഇവിടെ കിടക്കുന്നു. ഇനി അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. അതിന് 10 മാർക്കുണ്ട്. നമ്മൾ റീസണിങ് പാർട്ടിന് 10 മാർക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. ഗണിത ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണിക്കണം, ഹരിക്കണം എന്നൊക്കെയുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, ആ ചിഹ്നങ്ങൾക്ക് ചിലപ്പോൾ വേറെ മീനിങ് തരും. ഹരിക്കണം എന്നാൽ ഗുണിക്കണം എന്നാണ് എങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വരാം. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. പിന്നെ ശ്രേണികൾ, സീരീസ് എന്ന് പറയുന്ന കുറെ ക്രമത്തിൽ ഇങ്ങനെ തന്നിട്ട് 2 ടേംസ് അടുത്ത 2 ടേംസ് ഏതാണെന്ന് പറയേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ. സമാന ബന്ധങ്ങൾ, പിന്നെ തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം, ഇതെല്ലാം ഇതിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് 8 ഭാഗങ്ങളിൽ നിന്ന് 10 മാർക്കുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഡെൻസിറ്റി, മാർക്കിന്റെ ഡെൻസിറ്റി ഉള്ള, മാർക്ക് കൂടുതൽ ഓരോ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കണക്കും റീസണിങ് കൂടി ചേർന്നിട്ട് 20 മാർക്കുണ്ട്. നമ്മൾ കണ്ടു നോക്കൂ, 10 ഇവിടെയും 10 കണക്കിന്റെ 10 മാർക്കും 20 മാർക്കുണ്ട്. ആരോഗ്യം, പൊതുജനാരോഗ്യം അല്ലെ ബയോളജിക്കൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്കുണ്ട്. സയൻസിലെ ഫിസിക്സും കെമിസ്ട്രിയും കൂടി 5 മാർക്കേ ഉള്ളൂ. ജീവശാസ്ത്രത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 മാർക്കുണ്ട്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. പിന്നെ കേരളം എന്ന് പറയുന്ന ഭാഗത്തിന് 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് 5 മാർക്ക്. ആ കേരളത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, അങ്ങനത്തെ പല മേഖലകളായിട്ട് ബന്ധപ്പെട്ട് 5 മാർക്ക്. അങ്ങനെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം വേണം പൊതുവിജ്ഞാനത്തിൽ 40 മാർക്കായാലും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കായാലും എവിടെയാണ് നമുക്ക് പെട്ടെന്ന് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി റെഡിയാക്കുക. കാരണം ഒരു പ്രത്യേക വിന്നിങ് സ്ട്രാറ്റജി ആവശ്യമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയെ നിങ്ങൾ കാണുമ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയെ കാണുന്നത് പോലെ കാണരുത്. നിങ്ങളൊരു പക്ഷേ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കും, എഴുതുന്ന പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസുകൾ ഡയറക്ഷൻ്റെ ബാച്ചുകളിൽ അവൈലബിൾ ആണ്. ഡയറക്ഷൻ്റെ ഈവനിങ് ബാച്ച് പ്രത്യേകമായിട്ട് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി ഡിസംബർ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ പിടിച്ചെടുത്ത് ജോലി നിർബന്ധമായും കിട്ടണം എന്ന് മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ ഉടനെ തന്നെ സമർപ്പിക്കുക, തെറ്റിക്കാതെ. അതിനുശേഷം ഉടനെ തന്നെ ഡയറക്ഷൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ സിലബസുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വി വിൽ ഡെഫിനറ്റ്ലി ആൻസർ യുവർ ക്വറീസ്.